ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് 10th സ്റ്റാൻഡേർഡിൻ്റെ. അപ്പോൾ എന്താ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വേഷനിൽ ഒരു എക്സ്പ്രഷൻ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? വേരിയബിൾസ് ഉണ്ടാകത്തത് എക്സ് വൈ സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ വേരിയബിൾസ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ പവർ, അതായത് എക്സിൻ്റെ ഈ വേരിയബിൾസിൻ്റെ പവർ എപ്പോഴും ഹോൾ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഒന്നിക്ക് 0, 1, 2, 3 അങ്ങനെ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനോമിയൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ 4x + 2 എന്താണ്? അത് ഡിഗ്രി എന്താണ്? ഡിഗ്രി 1 ആണ് ഡിഗ്രി വരുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സിൻ്റെ പവർ എന്താണോ, ഹയസ്റ്റ് പവർ എന്താണോ അതാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ വേരിയബിൾസിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി, ഇവിടെ വേരിയബിൾസ് എന്ന് പറയുന്നത് എക്സ് ആണ്. അതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഡിഗ്രി 1, പവർ 1 ആണ്. അപ്പോൾ ഡിഗ്രി 1 ആയിരിക്കും. പിന്നെ എന്താണ്? അടുത്ത ഒരു വേറെ ഇതെടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 5x³ പ്ലസ് 4x² മൈനസ് എക്സ് പ്ലസ് 2 എന്തെങ്കിലും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിൽ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ പവർ 3 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു പോളിനോമിയൽ അതിൻ്റെ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ എന്താണോ അതാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി 3 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 2 ഡിഗ്രി ഉള്ളത് നമ്മൾ നോക്കി നോക്കുക. 2y² മൈനസ് 3y + 4. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 2, പവർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ആണ് എന്തെന്ന്? ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിഗ്രി നമുക്ക് എന്ത് കൊടുക്കാം? ഡിഗ്രി = 2 എന്ന് കൊടുക്കാം. ഇനി പോളിനോമിയൽ അല്ലാത്തത് എന്തൊക്കെയാണ്? ഇപ്പോൾ 1/x വരിക, അതായത് ഇതൊക്കെ പവേഴ്സ് ഇങ്ങനത്തെ ഒക്കെ വരിക. √x വരിക, x⁻² വരിക, 2/x + 3 ഇങ്ങനത്തെ ഹോൾ പവേഴ്സ് അല്ലാത്ത നെഗറ്റീവ് ഫ്രാക്ഷൻസ് ഒക്കെ എന്താണ്? ഇതൊന്നും നെഗറ്റീവ് അല്ലെങ്കിൽ പവേഴ്സ് ആർ നെഗറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആണെങ്കിലോ അതിനെ നമ്മൾ പോളിനോമിയൽ എന്ന് പറയില്ല. ഇനി അടുത്തത് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ നമ്മൾ പറഞ്ഞല്ലോ. ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ആണ് = ഡിഗ്രിയാണ്. അതായത് ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വൈൻ്റെ പോളിനോമിയൽ ആണെങ്കിൽ വൈൻ്റെ പവർ ആയിരിക്കും വേരിയബിൾ. ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ ഈക്വൽ ടു എന്താണ്? ഡിഗ്രിയാണ്. അത് വൈയിലുള്ള ടേമിലാണ് നമ്മൾ പോളിനോമിയൽ എഴുതുന്നതെങ്കിൽ അതിൻ്റെ ഹയസ്റ്റ് പവർ നോക്കുക. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പോളിനോമിയലാണ്. എന്തൊക്കെ ടൈപ്സ് പോളിനോമിയൽ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ പോളിനോമിയലാണ് നമുക്ക് അറിയാം. ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോളിനോമിയൽ എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നത്. ആദ്യത്തെ ഡിഗ്രി 1 ആയതാൽ ഡിഗ്രി 1 ഉള്ള പോളിനോമിയൽ നമ്മൾ എന്ത് പറയും? ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. അതായത് that is ലീനിയർ പോളിനോമിയൽ. അതിന് എക്സാമ്പിളാണ് 2x + 3, 3y + 2. ഇതൊക്കെ എന്താണ്? ലീനിയർ പോളിനോമിയലാണ്. കാരണം ഇതിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണ്. അപ്പോൾ ഡിഗ്രി = 1 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കിട്ടിയാൽ ഇനി രണ്ടാമത്തതാണ് എന്തെന്ന്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്താണ്? ഡിഗ്രി = നമുക്ക് എന്ത് കൊടുക്കാം? ഡിഗ്രി 2 ആയിരിക്കും. അങ്ങനത്തെ പോളിനോമിയലാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ x² പ്ലസ് 3x പ്ലസ് 4 that is = 4. ഇതൊക്കെ എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് ക്യൂബിക് പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. ക്യൂബിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഡിഗ്രി 3 ആയിരിക്കും അല്ലേ? അപ്പം ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ എന്ത് പറയും? ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. = 3.
അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയൽ എക്സ് ക്യൂബ് മൈനസ് 4x പിന്നെ 3x³ മൈനസ് 2x² പ്ലസ് എക്സ് മൈനസ് 1 ഇതൊക്കെ എന്താണ് ഡിഗ്രി 3 ആണ്. അപ്പോൾ അങ്ങനത്തെ പോളിനോമിയലിനെ നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. ഇനി അടുത്തത് എന്താണ് വാല്യൂ ഓഫ് എ പോളിനോമിയൽ. വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്താണ് വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇഫ് യു പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു കെ, അതായത് എക്സിന് നമ്മൾ കെ എന്നുള്ള വാല്യൂ കൊടുക്കുകയെന്ന് വെച്ചോ. ഇനി അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു കെ കൊടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് ദ വാല്യൂ അറ്റ് എ കെ എന്ന് പറയുന്നത്. അതായത് കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോളിനോമിയലിൻ്റെ അതായത് എക്സിൻ്റെ സ്ഥാനത്ത് കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പോളിനോമിയൽ നമുക്ക് ഔട്ട്പുട്ട് ഒരു വാല്യൂ കിട്ടുമല്ലോ, ഔട്ട്പുട്ട് കിട്ടും. ആ വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. അങ്ങനെയുള്ള ആ കിട്ടുന്ന വാല്യൂനെയാണ് നമ്മളെന്ത് പറയുന്നത് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, പി ഓഫ് ഒരു പോളിനോമിയൽ എടുക്കുകയാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് x² മൈനസ് 3x മൈനസ് 4 എന്നെടുത്തു. ഞാൻ എക്സ് ഈക്വൽ ടു പുട്ട് പുട്ട് എക്സ് ഈക്വൽ ടു 2 കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് ഈക്വൽ 2 ആണെങ്കിൽ പി ഓഫ് 2 is equal to എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 2² എടുത്തു. 3 × 2 മൈനസ് 4 എന്ന് വന്നു. ഇവിടെ എന്ത് വരും 2² എന്ന് പറഞ്ഞാൽ 4 മൈനസ് 3 × 2 6 മൈനസ് 4. അപ്പോൾ എന്താ വരുന്നത് 2² 4 -6 അല്ലേ വരുന്നത്. അപ്പം ഈക്വൽ ടു എന്ത് വരും -6 വരും. അപ്പം -6 എന്ന് പറയുന്നത് എന്താണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ ആണ്. അതായത് എക്സിന് 2 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ. ഇനി വാല്യൂ ഓഫ് ദ പോളിനോമിയലും സീറോ ഓഫ് ദ പോളിനോമിയലും തമ്മിൽ മാറിപ്പോരുത്. വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്ത് ഒരു എക്സിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ, അതിവിടെ ഇപ്പം -6 ആണ്. ഇതാണ് എന്തെന്ന് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അടുത്തത് സീറോ ഓഫ് ദ പോളിനോമിയൽ, സീറോ ഓഫ് എ പോളിനോമിയൽ. വാല്യൂ ഓഫ് എ പോളിനോമിയൽ കഴിഞ്ഞു. ഇനി സീറോ ഓഫ് എ പോളിനോമിയൽ. സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ കെ എടുക്കുകയാണ്. കെ ഈസ് എ സീറോ, അതായത് ഒരു റിയൽ നമ്പർ കെ എന്ന് പറയുന്നത് ആ പോളിനോമിയലിൻ്റെ സീറോ ആണെങ്കിൽ ആ എക്സിൻ്റെ സ്ഥാനത്ത് അതായത് കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു 0 കിട്ടണം. അതാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ. മറ്റേതെന്താണ് കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എക്സിനൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്ന്. ഇത് 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ കെ എന്ന് പറയുന്നത് എക്സിന് എന്താണോ കൊടുക്കുന്ന വാല്യൂ അതാണ് സീറോ ഓഫ് എ പോളിനോമിയൽ എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്തെടുത്തു x² മൈനസ് 3x മൈനസ് 4 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സിന് -1 കൊടുക്കണം. പി ഓഫ് -1 എന്ന് പറഞ്ഞാൽ -1² മൈനസ് 3 × -1 -4 എന്ന് വന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും 1 മൈനസ് പ്ലസ് 3 മൈനസ് 4. ഇതെന്താ വരിക 0 കിട്ടുന്നത്. അപ്പോൾ എക്സിന് -1 കൊടുക്കുമ്പോൾ 0 കിട്ടുന്നുണ്ട്. അങ്ങനെ 0 കിട്ടുകയാണെങ്കിൽ ഈ -1 എന്ന് പറയുന്നത് എന്തായിരിക്കും -1 എന്ന് പറയുന്നത് സീറോ ഓഫ് ദ പോളിനോമിയൽ ആയിരിക്കും. അതായത് നമുക്ക് 0 ആണ് കിട്ടിയത്, വാല്യൂ 0. അതായത് എക്സിൻ്റെ എക്സ് ഈക്വൽ ടു -1, എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ -1 കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ ആ -1ന് അതിൻ്റെ ആ പോളിനോമിയലിൻ്റെ സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ മനസ്സിലായല്ലോ സീറോ ഓഫ് എ പോളിനോമിയലും മറ്റേ വാല്യൂ ഓഫ് എ പോളിനോമിയലും മനസ്സിലായല്ലോ. അപ്പോൾ സീറോ ഓഫ് എ ലീനിയർ പോളിനോമിയൽ കാണുകയാണ് നമ്മൾ. അതായത് അടുത്തത് സീറോ ഓഫ് എ ലീനിയർ പോളിനോമിയൽ. സീറോ ഓഫ് എ ലീനിയർ പോളിനോമിയൽ. സീറോ ഓഫ് എ അപ്പോൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഗ്രി 1 ആണല്ലോ. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കുക ax + b എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ സീറോ എന്ന് പറയുന്നത് എന്താണ് സീറോ ഓഫ് എ പോളിനോമിയൽ സീറോ ഇസ് ഈക്വൽ ടു -b/a ആണ്. അത് ഫോർമുലയാണ്. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുകയാണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3. ഇതിൻ്റെ സീറോ ഓഫ് പോളിനോമിയൽ സീറോ എന്ന് പറയുന്നത് സീറോ ഓഫ് എ ലീനിയർ പോളിനോമിയൽ സീറോ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കുക അതായത് -b/a. -b എന്ന് പറയുന്നത് b is equal to ഹിയർ എന്താണ് 3 ആണ്, a is equal to ഇവിടെ 2 ആണ്. അപ്പം -b/a എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം -3/2. -3/2 ഇതാണ് എന്തെന്ന് സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഒരു ലീനിയർ പോളിനോമിയൽ വന്നിട്ട് അതിൻ്റെ സീറോ ഓഫ് പോളിനോമിയൽ കാണാം -b/a എന്ന് എഴുതുക, കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വാല്യൂ അതാണ് അതിൻ്റെ സീറോ ഓഫ് എ ലീനിയർ പോളിനോമിയൽ ആണ്.
ഇനി നമ്മൾ ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ആണ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുക. ഇപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങൾ നിങ്ങളൊന്നുകൂടെ നോക്കുക, തറോ ആക്കുക. വാല്യൂ ഓഫ് പോളിനോമിയലും സീറോ ഓഫ് പോളിനോമിയലും തെറ്റിക്കരുത്, അത് രണ്ടും രണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജിയോമെട്രിക്കൽ മീനിങ്, അതായത് ഗ്രാഫ് വെച്ചിട്ടും എന്തൊക്കെ സീറോസ് ഉണ്ടെന്നുള്ള, സീറോസ് സ്ട്രെയിറ്റ് ലൈനാണ്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ഗ്രാഫ് ഉള്ള കാര്യങ്ങളാണ്. ഇത് കുറച്ച് അത് സെപ്പറേറ്റ് വേറെ ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഡൗട്ട് അടുത്ത ഒരു വീഡിയോ ഒക്കെ ഇടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.